ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് ഹോട്ട് 11 സീരീസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഫിനിക്സ് ഹോട്ട് 11 സീരീസിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്, ഇൻഫിനിക്സ് ഹോട്ട് 11ഉം അതുപോലെ തന്നെ ഇൻഫിനിക്സ് ഹോട്ട് 11S. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് ഹോട്ട് 11S എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഫിനിക്സ് ഹോട്ട് 11Sൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 11,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ചില ഫോണുകളിലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴും HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ ഫോണിൽ LTPS LCD ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഇപ്പം 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ അധിക ഫോണുകളിലും നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറും ഒരുമിച്ചൊന്നും കിട്ടുന്നില്ല. എന്നാൽ ഈ ഒരു ഫോണിൽ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഏകദേശം 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ NEG Dinorex T2X1 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 205 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.82 mm ആണ്. പിന്നെ ഈ ഫോണിൽ വേവ് ഫ്ലോ പാറ്റേൺ ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 7 ഡിഗ്രി പർപ്പിൾ, ഗ്രീൻ വേവ്, അതുപോലെ തന്നെ പോളാർ ബ്ലാക്കും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G88 എന്നുള്ള പുതിയ പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതേ ഒരു പ്രോസസ്സർ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള റെഡ്മി 10 പ്രൈം എന്ന ഫോണിലും വരുന്നത്. ആ ഒരു ഫോൺ 12,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു ഫോൺ കുറച്ചും കൂടി കുറഞ്ഞ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പം 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G88 എന്നുള്ള പ്രോസസ്സർ. ആ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഈ ഫോൺ ഓക്കെയാണ്. പിന്നെ ഈ ഫോണിൽ 4 GB റാമാണ് കൊടുത്തിട്ടുള്ളത്. 64 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എടുത്തു വരേണ്ട ചില കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ ഫോണിൽ DTS സറൗണ്ട് സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡിലും ബേസ് ചെയ്തിട്ടുള്ള XOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ f1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റെഡ്മി 10 പ്രൈം എന്ന ഫോണിലും ഇതേ ഒരു 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസർ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ രണ്ടാമത് 2 മെഗാ പിക്സലിലെ ഒരു സെൻസറും പിന്നെ മൂന്നാമത് ഒരു AI ലെൻസും വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് LED ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യവും വലിയ തിരക്കില്ലാത്തൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. പിന്നെ സെപ്റ്റംബർ 21 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് ഹോട്ട് 11S എന്ന ഫോണിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തിരക്കില്ലാത്ത ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ അത്യാവശ്യം തിരക്കില്ലാത്ത സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് ഇൻഫിനിക്സ് ഹോട്ട് 11S എന്ന ഫോൺ. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.